ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ കുറെ ആളുണ്ട് കേട്ടോ. ഒരാളും കൂടി ഉണ്ടായി ചൊടിച്ചിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരാളെ മിസ്സായി നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സാഹസികമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്ത് സാഹസികത എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് തുരങ്കത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. തുരങ്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, എന്താ പണ്ടെല്ലാം ഭയങ്കര വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത തുരങ്കമാണ്. ഞങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ തുരങ്കത്തിൻ്റെ വെള്ളം തന്നെ കേട്ടോ. അപ്പോൾ ഇത് മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം യൂസ് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ ഇനി നല്ല വെള്ളം അതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ വരുമ്പോൾ എന്താ കലക്കാവുന്നുണ്ടല്ലോ, അപ്പോൾ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ നല്ല വെള്ളം വരുന്നതിനായിട്ട് മുമ്പ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാന്നുള്ള നമ്മൾ ഇടയ്ക്ക് പോവലുണ്ട്. അമ്മ വരുന്നുണ്ട്, എന്നെ ഒരാൾ കൂടി വരാനുണ്ട്. കാണിച്ചു തരാം, കാണിച്ചു തരാം. എനിക്കറിയാം കുറച്ച് സൈഡൊക്കെ കാണിട്ടതാ. കണ്ടോ, അതിൻ്റെ അകത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സാഹസികമായിട്ടുള്ളൊരു വീഡിയോ ആണ്, കാണണം നിങ്ങൾ. സാഹസികം എന്നല്ല കേട്ടോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. പാമ്പൊന്നുമില്ല കേട്ടോ, വെറുതെ അറിയുന്നത്. പക്ഷെ കണ്ട എന്ത് ഇരുട്ട്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ശരിയായിട്ട്. നോക്കിയേ, ചെറിയ ഗുഹ കേട്ടോ. നോക്കിയേ, ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകേണ്ടത്. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എല്ലാവരും വീഡിയോ. ഇതാണ് തുരങ്കം. മഴക്കാലത്ത് ഇതെല്ലാം വെള്ളം വരും കേട്ടോ, പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാതാ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് പോകണം. ഇങ്ങനെ നമുക്കെന്താ കുഞ്ഞിട്ട് മാത്രമേ പോകാൻ പറ്റൂ കേട്ടാ. നമുക്ക് പോവാം, ഇപ്പം പോവാം. അതിന് ഒരാൾ കൂടി വെയിറ്റ് ആണ്, വരുന്നുണ്ട്. ബാ, പേടിയുള്ളവര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേടിയുള്ളവരെല്ലാം ഫസ്റ്റ് പോയിക്കോ. ഞാൻ ബാക്കിൽ ധൈര്യത്തിൽ, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അന്ന് പോയിക്കൊണ്ടായിട്ട് ഇപ്പൊ കുറേ ആയി പോകാത്ത. ഇവര് മിനിയാന്ന് പോയതേ ഇല്ല. അപ്പൊ അകച്ചോട് പോയി അതിന്റെ ഉള്ളിൽ തന്നെയല്ലേ. കണ്ട, ഓരോന്ന് ഫസ്റ്റ് പോകുന്നത്, സെക്കൻഡ് പോകുന്നത് ഇവൻ പോകുന്നത്, ലാസ്റ്റ് ഞാൻ പോകുന്നു. വീഡിയോ എടുത്തോണ്ട് പേടിയൊന്നും ഇല്ല കേട്ടോ, പേടിക്കേണ്ട സാഹചര്യം ഒന്നും അല്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ഇവരും മിനിയാന്നല്ലേ പോയേ, മിനിയാന്ന് ഇവരെല്ലാം കുടിച്ച് പോയതാന്ന്. ഇനി ഒന്നുകൂടി ഞങ്ങള് പോവാ. ഞാൻ ക്യാമറ അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ലൈറ്റ് പിടിക്കുന്നുണ്ട്, ഇത് കാണൂല ഒന്നും. ഇവിടെയാണ് വെള്ളം വന്നിട്ട് കെട്ടി നിൽക്കുന്ന സ്ഥലം. ഈല വഴിയാണ് നമുക്ക് കുടിക്കാൻ വരുന്നത്. പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ല. അതാ നോക്കിയേ, ഇപ്പൊ വെള്ളം ഒട്ടൂല. ഇനി എന്താ മഴക്കാലം വരാൻ തുടങ്ങും. ഈ ചേറെല്ലാം ഒന്നും എടുത്ത് പണിക്കാരെ കൊണ്ട് എടുക്കും. ഇപ്പുറത്തൊരു ചെറിയൊരു തുരങ്കം ഉണ്ട് കേട്ടോ, കണ്ടതാ. ഇതൊരു വേറെ തന്നെ സെപ്പറേറ്റ് തുരങ്കാണ്. അതാ ചെറുതിട്ടാ, ആടെ കാണില്ല, അടുത്ത വരെ ഇല്ല. അതിന് ശേഷം ഇല്ലാട്ടാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. എന്തായാലും അവരെത്തിട്ടാ, പിള്ളേരെത്തി. ഞാനൊന്ന് പോയിട്ട് ഞാൻ ശരിക്കും എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല, മണങ്ങിട്ട് പോണം. അത്ര ഏറ്റവും ചെറുത് ചേച്ചോ ചന്നുവാണ്. ഓനെക്കാളും ഹൈറ്റ് കുറവാണ് കേട്ടോ ഇത്. ഞാൻ എത്തിടാ, ഇതാ കണ്ട എന്റെ അമ്മേ. യെസ്, ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചപ്പോ നോക്കിയാ എന്താ വിശാലായിട്ടുള്ള സ്ഥലം കേട്ടോ. അതാ നോക്കിയേ, വിശാലായിട്ടുള്ള സ്ഥലം. ഇപ്പൊ ഇതുവഴിയാണ് നമ്മളിപ്പോ വന്നത്. കണ്ട, ഇതുവഴിയാണ് വന്നത്, കണ്ടുവല്ലേ? ഈ വഴിയാണ് നമ്മൾ, ചെറിയ വഴിയല്ലോ വരുന്നത്, കണ്ടുവല്ലേ? ഇത്രേയുള്ളൂ ഹൈറ്റ്. എന്നെ കാണിച്ചുതരാ. ഇതാ ഇവിടെ ഒരു മെയിൻ തുരങ്കുണ്ട് കേട്ടോ. ഇതെല്ലാം പണ്ട് ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ അച്ഛനെല്ലാം കൂടിയിട്ട് ആക്കിയതെന്നാ പറയുന്നത്. എനിക്കറിയില്ല, പറഞ്ഞു അവരാക്കിയതായിരിക്കും. എന്തായാലും അവരെ കാലത്ത് ഉണ്ടായതല്ലേ. ലൈറ്റ് പിടിച്ചാലൊന്നും കാണില്ല, കാണുന്നുണ്ടതാ നോക്കി. അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടാ. പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല, നമ്മൾ സ്ഥിരമായിട്ട് പോയില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ പോയില്ല മിനിയാന്ന്. അതാ കണ്ടോ, ഇതൊരു ചെറിയ തുരങ്കം. അവര് ഇത് തുറന്ന് പോവാന്ന് വിചാരിച്ചിട്ട് ഫ്ലോപ്പ് ആയതെന്ന് തോന്നുന്നു. പകുതിയിൽ നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം, നോക്കുക. ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ മുമ്പ് വന്നോണ്ടായിട്ട്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം വിരലെല്ലാം കുറവാണ്. അതിന് ശേഷം ഞാൻ വന്നിട്ടേ ഉണ്ടാവില്ല അടുത്തേക്ക്. കണ്ടോ, ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഇതും അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. അതാ കണ്ടോ, അതാ അങ്ങോട്ടേക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ ഒന്നും ഞാൻ പോയില്ല. ഞാൻ പോയിട്ടാ, ഇവര് പറയുന്നത് പോയിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മുമ്പ് പോകാൻ സമ്മതിച്ചോണ്ടായിട്ടോ ഇവര് പോയിക്കൊണ്ടായിരുന്നു. ഇവിടുന്നൊക്കെയാണ് വെള്ളം വരുന്നത് മഴക്കാലത്ത്. ഇതാ ഫെബ്രുവരി വരെ ശരിക്കും വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടുന്നില്ല നമുക്ക്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും ഈ വെള്ളം കുടിക്കാൻ യൂസ് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാല് വെള്ളം വരുന്നില്ല. ഇപ്പൊ നോക്കി വരുന്നില്ല. പിന്നെ മഴ തുടങ്ങിയാൽ പിന്നെ ഒന്ന് നല്ല ആദ്യം വരുന്ന വെള്ളം ഒന്ന് കലക്കായിരിക്കും. പിന്നെ എന്ത് ചെയ്യണം, ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന നല്ല വെള്ളം കേട്ടോ. അത് വരാൻ തുടങ്ങിയാൽ പിന്നെ ഫെബ്രുവരി വരെ മൊത്തം കുടിക്കാൻ കിട്ടും കേട്ടോ. സൂപ്പർ വെള്ളമാണ് ശരിക്കും പറഞ്ഞിട്ട്. ഇതൊരു വിശാല സ്ഥലം. അങ്ങോട്ടേക്ക് നോക്കിയേ, ഇതൊരു കിണർ പോലെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാഹസികമായിട്ടുള്ള
സാഹസികത ഒന്നുമില്ല, പക്ഷെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒന്ന് പൊടിയാവും കേട്ടോ. ശരിക്കും വവ്വാലെല്ലാം ഉണ്ടാവുന്നു കേട്ടോ, വവ്വാലുണ്ടാവുന്നു. പിന്നെ എന്താ മെരു എന്ന് പറയുന്നൊരു സാധനമല്ലേ, മെരുവിനെ നിങ്ങെന്ത് പറയുന്നത് എനിക്കറിയില്ല. മെരുവെല്ലാം ഉണ്ടാവലുണ്ട് ഇടക്ക്. നമുക്ക് അന്ന് ഉടുമ്പെല്ലാം ഉണ്ടാവലുണ്ട്. അന്ന് നമ്മ ഒരു ദിവസം വരുമ്പോൾ മെരു ഉണ്ടായിട്ടാണ്, 3-4 മെരു ഉണ്ടായിരുന്നു. പിടിക്കാൻ ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴേക്ക് അത് ഓടിപ്പോയി. ഇത് പണ്ട് ഇതായിരുന്നു സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട്. അതുവഴി കീഞ്ഞുണ്ടായി തോന്നുന്നുട്ടോ. അതാ സ്റ്റെപ്പെല്ലാം ഉണ്ട്. ഇപ്പൊ അറിയുന്നേ ഇല്ല. മാമന്മാർന്ന് ഉദ്ദേശിച്ചത് ഇത് ഒന്ന് കൊത്തി ക്ലീൻ ചെയ്യുമ്പോ ഇറങ്ങുന്നവരായിട്ടാ ഉദ്ദേശിച്ചത്. ഞാൻ ഇറങ്ങുന്നത് പിന്നെ വള്ളിയിട്ടിട്ട് ഇവൻ കഴിഞ്ഞതല്ലൂട്ടാ, വിശ്വസിക്കാം. എനിക്കറിയില്ല, അവൻ പറയുന്നുണ്ട്. പിന്നെ ഇവനാ, നീ കുറച്ച് ദൂരൊക്കെ, ഇവനാണ് ഏറ്റവും ചെറുത് ഹൈറ്റില്. ഇവനെക്കാളും ഹൈറ്റ് കുറവ് കേട്ടാ. എന്ത് ഹൈറ്റ് കുറവാണ് ഈ ആ തുരങ്കത്തിന്, നമ്മ വരുന്ന സ്ഥലത്തിന്. തണുപ്പ്. അപ്പൊ നമ്മള് ഇവിടുത്തെ ഇന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടായിട്ടാ. നിങ്ങൾക്ക് കണ്ടോന്ന് വിചാരിക്കുന്നു. അതാ കണ്ട വവ്വാല് വരുന്ന അത് കാണില്ല കേട്ടോ, കാണൂല. അവിടെ ഒരു വവ്വാല ഉണ്ട്. അതിനെല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ അറ്റം കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് ഉണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ പോലുമില്ല, എനിക്ക് പേടിയാന്ന്. ഇവര് വെറുതെ അറിയുന്ന കേട്ടോ, ഇവര് പോലൊന്നുമില്ല, കള്ളം പറഞ്ഞു. അതിന് മുമ്പൊന്നും പോയിക്കോന്നുണ്ടായിട്ടാ. അവിടെ ഒന്നും വേസ്റ്റ് ചെയ്യാനൊന്നും ഒരു ഓപ്ഷനും ഇല്ല. എന്താ പറഞ്ഞാല് നോക്കിയാൽ അവിടെ ഓപ്പണുള്ള പ്ലേസ് ഒന്നുമല്ല, മൊത്തം എന്താ ക്ലോസ് ആണ്. ചെറിയൊരു തുരങ്കം പോലെ മാത്രമേ ഇല്ലൂട്ടാ, ഗുഹ പോലെ മാത്രമേ ഇല്ലൂട്ടാ. പിന്നെന്താ അങ്ങോട്ടേക്ക് വേസ്റ്റ് ഒന്നും വീഴാൻ ഓപ്ഷൻ ഇല്ല. മുമ്പെല്ലാം ഇവിടുന്ന് ഇത്രയാന്ന് ക്ലീൻ ചെയ്തോണ്ടായി. പിന്നെ ഇവര് പറയുന്നുണ്ട് പോകുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയില്ല കേട്ടോ പോകുന്നോന്ന്. നോക്കുതാ അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ സ്ഥലം. പോകുന്നതിന് എന്താ ഒന്നും ഇടിഞ്ഞു വീണിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കാണുന്നില്ല. പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതുവരെ പോവാത്തതുകൊണ്ട് വേണ്ട, ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും പിള്ളേരെയും കൊണ്ട് വന്നിട്ട് അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയായിരുന്നു നമുക്ക്. അവിടെ നല്ല വെള്ളം വരുന്നുട്ടോ മഴക്കാലത്ത്. ഏകദേശം ഒരു ഡിസംബറെല്ലാം ആകുമ്പോഴത്തേക്ക് അവിടെ വെള്ളം ഇങ്ങനെ ഉറ്റുന്ന നമുക്ക് കാണലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, കുപ്പിച്ചെല്ലി പോലെ ഉണ്ട് കേട്ടോ വെള്ളം. നല്ല ടേസ്റ്റാണ്. ഈ വെള്ളം കുടിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ഒട്ടും എന്താ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്താ പറയുക, ഭയങ്കര തണുപ്പ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പ്, നല്ല AC-ൻ്റെ ഉള്ളിൽ ഇരുന്ന പോലെ ഫീൽ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ചൂടൊന്നും അറിയുന്നില്ല. പിന്നെ ഇവിടുന്ന് ഇതെല്ലാം ഇപ്പം നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അടുത്തേക്ക് സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഒടുക്കത്തെ ചൂട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവർ ആദ്യമൊന്നും വന്നോണ്ടായിട്ട്, ഞാൻ മുമ്പ് വന്നോണ്ടായിട്ട് ആ സമയത്തൊന്നും ഇവർ വരില്ല, ഇവർക്ക് പേടിയാന്ന്. ഇപ്പോൾ ഇവർക്ക് സെറ്റായി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അമ്മലെ ക്ലീൻ ചെയ്യാൻ വരലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവരെ ഒന്നിച്ച് വന്നിട്ട് ഇവർ സെറ്റായിട്ടാണ്. മുമ്പ് പേടിയായിരുന്നു. ഇതാ ആകാശമുണ്ട്, ചിന്നു എന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവളും ഓനും ചെറിയൊരു യുദ്ധം നടന്നു, അങ്ങനെ അത് ക്യാൻസലായിട്ടാ. യെസ്, ഇനി നമുക്കിതാ മടങ്ങിപ്പോവാട്ടോ. അതാ ഈ വഴി തന്നെ നിങ്ങൾ കാണിച്ചതാ. നല്ല ഇത്രയും ഹൈറ്റില്ല, നോക്കി ഹൈറ്റില്ല കേട്ടോ, നല്ലോണം ഹൈറ്റ് കുറവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. മുമ്പ് സ്കൂളിൽ ഇപ്പം നമുക്ക് തുരങ്കത്തിനെ പറ്റി ജലസ്രോതസ് എന്ന് പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നെല്ലാം വരുമായിരുന്നു ആൾക്കാർ. പിള്ളേരെല്ലാം കുറേ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് പിള്ളേരെയും കൂടി അടുത്തേക്ക് വരുമായിരുന്നു കേട്ടോ, ഈ സ്രോതസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു മുമ്പ് എനിക്ക് തുരങ്കം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതാണ് ഇത്. അത് ചെറുത് വലുതൊന്നുമില്ല കേട്ടോ. ഇന്ന് വെള്ളം വരലുണ്ട്. ഇപ്പം ഈ ചെളിയെല്ലാം ഇപ്പം മഴ ആയാലോ, നമ്മൾ ചെളിയെല്ലാം എടുക്കണം, എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യും കേട്ടോ. മഴക്കാലം നല്ല വെള്ളം വരാനാകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. പിള്ളേരും കൂടി കാണിച്ചു തരാം. ഇതാ അവരും കൂടി വരുന്നുണ്ട് കേട്ടോ. വന്നു ഞാനെത്തി. അവരും കൂടി വരുന്നുണ്ട് കേട്ടോ. എത്തി. ആകാശം കൂടി ചെളിയായല്ലേ. യെസ്, അങ്ങനെ നമ്മളെ സാഹസികമായിട്ടുള്ള യാത്ര കഴിഞ്ഞുട്ടാ. ഇത്രയുള്ളൂ സാഹസികത. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി മുമ്പ് തന്നെ വിചാരിക്കുന്ന ഒരു മുമ്പേ എടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നത് ഇന്നേലു. അപ്പോൾ ദാ ഇനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ എല്ലാവരും പറഞ്ഞു, ഒരുത്തനെ കാണാം. ടാറ്റ ബൈ.